ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി. എൻ്റെ പേര് അഞ്ജനാട്ട് ത്രേസ്യാമ്മ. എന്നെ വിളിക്കുന്നത് ബ്രില്ലി ജിമ്മി എന്നാണ്. ഞങ്ങൾ ഇറ്റലിയിൽ നിന്ന് വരുന്നു. സവോണ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഞങ്ങളിപ്പം അവിടുന്ന് ഡയറക്റ്റ് ഇങ്ങോട്ടാണ് വന്നത്, കൃപാസനത്തിലേക്കാണ് വന്നത്. കാരണം വേറൊന്നുമല്ല, എൻ്റെ കയ്യിലിരിക്കുന്ന ഞങ്ങളുടെ മൂന്നാമത്തെ കുഞ്ഞ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു. ആദ്യത്തെ സ്കാനിങ്ങിൽ തന്നെ, മൂന്നാം മാസമുള്ള സ്കാനിങ്ങിൽ തന്നെ പറഞ്ഞു കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം ആണെന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഇവിടെ പറ്റത്തില്ല, വേറൊരു മെറ്റേണിറ്റി ഹോസ്പിറ്റലുണ്ട്, അങ്ങോട്ട് 60 കിലോമീറ്റർ അകലെയുള്ള വേറൊരു മെറ്റേണിറ്റി ഹോസ്പിറ്റലിലേക്ക് എന്നെ ഷിഫ്റ്റ് ചെയ്തു. അവിടെ ചെന്ന് ഏപ്രിൽ 21, 2020 ആദ്യത്തെ സ്കാനിങ് നടന്നത്. അവർ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുത്ത് അടുത്ത ഹോസ്പിറ്റലിൽ 23 ഏപ്രിൽ 2020 അവർ അടുത്ത ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അവിടെ സ്പെഷ്യലിസ്റ്റായ ഭയങ്കര എക്സ്പേർട്ടായ ഡോക്ടേഴ്സായിരുന്നു. അവർ സ്കാൻ ചെയ്തിട്ടും പറഞ്ഞു, അവിടെ എന്താണോ പറഞ്ഞേ അതിൽ നിന്നൊന്നും വ്യത്യാസമില്ല, അത് തന്നെയാണ്. വില്ലോചിന്തേസി എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചെയ്യണം, അതായത് ഫ്ലൂയിഡ് കുത്തിയെടുത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു അത് ചെയ്യണം. അപ്പോൾ ഞാൻ എൻ്റെ വേറെ 2-3 ഫ്രണ്ട്സ് ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു, അവരെ വിളിച്ച് കൺസൾട്ട് ചെയ്തു. അപ്പോൾ അവരും പറഞ്ഞു, നീ എന്തായാലും ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ചെയ്തോളാൻ പറഞ്ഞു. അപ്പം അതുവരെ എന്നോട് പറഞ്ഞു ഇത് തന്നെയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് മെയ് 1 പിന്നെ ഓൺലൈനിൽ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ മെയ് 1 ഉടമ്പടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പം ഞാൻ ഉടമ്പടി 1 എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ 6 വരെ പോയി. 6 ഞാൻ ഉടമ്പടി എടുത്തു. മാതാവേ, അടുത്ത സ്കാനിങ്ങിന് ചെല്ലുമ്പം എൻ്റെ കുഞ്ഞിൻ്റെ എന്ത് തന്നെയാണേലും അവർ പറഞ്ഞു ഫ്ലൂയിഡ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇതായി അതങ്ങ് അബ്സോർബ് ചെയ്തെന്ന് പറയണേ മാതാവേ എന്ന് പറഞ്ഞു. മെയ് 26 വീണ്ടും ഒരു സ്കാനിങ് ഉണ്ടായിരുന്നു. ഞാൻ ജോസഫ് അച്ഛൻ്റെ ഓൺലൈൻ ധ്യാനം കൂടിക്കൊണ്ടാണ് എന്നും പോകുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ മേളിൽ താമസിക്കുന്ന കൊച്ച്, അവൾ സോഫി എന്നാണ് പേര്, അവളും ഓൺലൈൻ ഉടമ്പടി എടുത്ത. അപ്പോൾ അവളുടെ തൈലവും അമ്മ മാതാവിൻ്റെ ഉടമ്പടി കാശും ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ ചെക്കപ്പിന് പോകുമ്പോഴും ഞാൻ അതുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം മാതാവിൻ്റെ ജോസഫ് അച്ഛൻ്റെ സ്പീച്ച് കേൾക്കുമ്പം അച്ഛൻ പ്രത്യേകം ആ ദിവസങ്ങളിൽ പ്രത്യേകം പറയുന്നുണ്ട്, പ്രഗ്നൻസിയിലുള്ളവർക്ക്, ബുദ്ധിമുട്ടുള്ളവർക്ക്, ഡൗൺ സിൻഡ്രോം. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നെക്കുറിച്ചാണ് അച്ഛൻ പറയുന്നതെന്ന്. അതുപോലെ ഓരോ സ്കാനിങ്ങിന് പോകുമ്പോഴും അച്ഛൻ അങ്ങനെ പറഞ്ഞു. അങ്ങനെ റിസൾട്ട് വന്നപ്പം അതിൽ കുഞ്ഞിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എങ്കിലും അവർ പറഞ്ഞു കുഞ്ഞിൻ്റെ ചെവിയുടെ പുറകിൽ ഒരു സിസ്റ്റ് പോലെയുണ്ട്, കുഞ്ഞ് ജനിക്കാതെ ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ കുഞ്ഞിൻ്റെ ഹാർട്ടിന് പ്രശ്നം ഉണ്ടാവും, അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ടാവും എന്ന് പറഞ്ഞു. ദൈവം അനുഗ്രഹിച്ച് കുഞ്ഞിന് ഒരു കുഴപ്പമില്ല. കുഞ്ഞാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട് സുജാമോൾ പുളിക്കക്കുന്നേൽ എന്നാണ് ചേച്ചിയുടെ പേര്. ചേച്ചി ഈ വർഷം ഫെബ്രുവരി 13 ചേച്ചി ഇതുപോലെ പ്രഗ്നൻ്റ് ആയിരുന്നു. ചേച്ചി അബോട്ടായി പോയി, അവരറിഞ്ഞില്ല. 2-3 കുറേ പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയി, അവർ മൈൻഡ് ചെയ്തില്ല. പിന്നെ അങ്ങനെ ചേച്ചി മുഴുവൻ സെപ്റ്റിക്കായി കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവർ വെൻറ്റിലേറ്ററിൽ കയറ്റേണ്ടി വന്നു. വെൻറ്റിലേറ്ററിൽ കയറ്റി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു കോമൺ സ്റ്റേജിലാണ്, 25-30% ഹാർട്ട് വർക്ക് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴും എൻ്റെ ഈ പറഞ്ഞ പോലെ തൈലം ഉണ്ടായിരുന്നു. പിന്നെ മാതാവിൻ്റെ ഒരു രൂപം ഞാൻ ചേട്ടൻ്റെ ഇങ്ങനെ ലാമിനേറ്റ് ചെയ്ത് അതും കൊടുത്തു വിട്ടു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇതുകൊണ്ട് ചേച്ചിയുടെ പില്ലോയുടെ അടിയിൽ വെക്കാൻ പറ, അതുപോലെ തന്നെ കാശ് രൂപ തൈലവും കൊണ്ട് കുരിശ് വരയ്ക്കാൻ പറ ചെസ്റ്റിൻ്റെ അവിടെ. അപ്പോൾ എന്തായാലും മാതാവ് ഇത് ചെയ്യുമെന്ന് പറഞ്ഞു. അത്ഭുതം എന്ന് പറയട്ടെ, 3-ാം ദിവസം ചേച്ചിനെ കംപ്ലീറ്റ് അവർ വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റുകയും ഒരാഴ്ചക്കകം തന്നെ ചേച്ചി വീട്ടിൽ വരികയും 2 ആഴ്ച ആയപ്പോഴത്തേക്കും ചേച്ചിയുടെ കംപ്ലീറ്റ് മെഡിസിൻസ് എല്ലാം സ്റ്റോപ്പ് ചെയ്ത് ഇപ്പോൾ ചേച്ചി എല്ലാം ചേച്ചിയുടെ കാര്യങ്ങൾ നല്ല ചേച്ചി വീട്ടിലെ കാര്യങ്ങളും എല്ലാം സന്തോഷമായിട്ട് ചെയ്തു പോകണു. പിന്നെ അതുപോലെ തന്നെ വേറെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ 14 വർഷമായി ഇറ്റാലിയൻ സിറ്റിസൺ 4 വർഷം ഞാൻ കൊടുത്തപ്പോഴത്തേക്ക് അത് 4 വർഷം എക്സ്റ്റെൻഡ് ചെയ്തു. കൊടുത്തു കഴിഞ്ഞപ്പം എൻ്റെതിന് മാത്രം ഒരു റിസൾട്ടും കാണുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു ഈ കോവിഡ് മാനദണ്ഡമായതുകൊണ്ട് അങ്ങോട്ട് കയറ്റത്തുമില്ല. അത് കഴിഞ്ഞ് മാതാവിൻ്റെ ഉപ്പ് ഉപയോഗിച്ച് ഞാൻ എൻ്റെ മമ്മി ഉണ്ടായിരുന്നു കൂടെ. അപ്പം ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി എന്തായാലും ആട്ടെ, ഞാൻ മാതാവിൻ്റെ ഉപ്പും കൊണ്ട് പോയി ഒന്ന് അവിടെ ചുറ്റുമിട്ട് ഒന്ന് അവരെന്നെ കയറ്റിയാൽ മതിയായിരുന്നു, ഒന്ന് നമുക്കറിയാമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ദൈവാനുഗ്രഹം കൊണ്ട് അവിടെ നിന്ന് പോലീസുകാരൻ എന്നോട് ചോദിച്ചു, എന്നത്തിനാണ് വന്നേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇന്ന ആവശ്യത്തിനാണ് വന്നേന്ന് പറഞ്ഞു.
അവരെന്നോട് ചോദിച്ചു കോവിഡിൻ്റെ വാക്സിനേഷൻ ചെയ്ത സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ കയറി പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ കയറ്റി വിട്ടു കഴിഞ്ഞപ്പം മേളിൽ ചെന്ന് കഴിഞ്ഞപ്പം ഒരു മേഡത്തിനോട് ഞാൻ ചോദിച്ചു, മേഡം ഇന്നപോലെ എൻ്റെ പേപ്പറിൻ്റെ കാര്യം ഒന്ന് നോക്കിയിട്ട് പറയാമോ എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, നിനക്ക് ക്ഷമയുണ്ടെങ്കിൽ ഞാൻ ഇപ്പം തന്നെ തരാമെന്ന് പറഞ്ഞു. അതും ഒരു ഭയങ്കര അത്ഭുതമാണ്. അങ്ങനെ അപ്പം എന്നോട് പറഞ്ഞു, അപ്പം ഞാനൊന്നും കൊണ്ടുപോയില്ല, പാസ്പോർട്ടും അവിടുത്തെ വേറെ ഡോക്യുമെൻ്റ് ഒന്നും കൊണ്ടുപോയില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇന്ന സാധനങ്ങളൊക്കെ എടുത്തോണ്ട് വന്നു കഴിയുമ്പോൾ തരാമെന്ന് പറഞ്ഞു. ഞാൻ എടുത്തോണ്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഇരുന്ന് ആ മേഡം പോയി. പക്ഷേ ആ മേഡം എൻ്റെ ഫയൽ താഴെ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നുകൊണ്ട് ഞാൻ ചെന്നപ്പോഴത്തേക്ക് ആ മേഡം പോയതുകൊണ്ട് ഞാൻ വേറൊരു മേഡത്തിനോട് പറഞ്ഞു, ഇന്നപോലെ ഞാൻ പാസ്പോർട്ടും കാര്യങ്ങളും എടുക്കാൻ പോയതായിരുന്നല്ലോ, എന്നോട് മറ്റേ മേഡം പറഞ്ഞായിരുന്നു ഞാനിപ്പോൾ തന്നെ തരാമെന്ന്, അതുകൊണ്ടാണല്ലോ വന്നതെന്ന് ചോദിച്ചു. അന്നേരം ആ മേഡം എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു, അപ്പോയിൻമെൻ്റ് ഇല്ല അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ വന്നിട്ട് പോയതായിരുന്നു, എന്നോട് ഇന്നത് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞുകൊണ്ട് ഞാൻ പോയതാന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പം എൻ്റെ എടുക്കാൻ പോയ വേറൊരു ഡോക്യുമെൻറ്റ് ഒറിജിനൽ കാണുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, ദൈവമേ, ഇതൊരു പരീക്ഷണമാണല്ലോ മാതാവേ എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എന്നെ നീ സഹായിക്കണേന്ന്. അങ്ങനെ ഞാൻ അതിൻ്റെ ഫോട്ടോ കോപ്പി ആയിട്ട് പോയി. ഒരിക്കലും അവരത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഫോട്ടോ കോപ്പി ആയിട്ട് അവർ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, കുഴപ്പമില്ല, ഇത് മതി എന്നും പറഞ്ഞ് അവർ അന്നേരം തന്നെ എൻ്റെ സാധനം എടുത്തു തന്നു. അതുപോലെ തന്നെ കൃപാസനത്തിലെ ഉപ്പ് ഉപയോഗിച്ച് വേറൊരു സാക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ ചേച്ചി അയർലൻഡിൽ വീട് നോക്കുന്നുണ്ടായിരുന്നു മേടിക്കാൻ വേണ്ടിയിട്ട്. അവൾ കുറേ നാളുകളായിട്ട് നോക്കുമായിരുന്നു, ഇങ്ങനെ ലേലം വിളിച്ചെടുക്കുവാണ്. അപ്പം അവർ പോയി നോക്കുന്ന വീടുകൾക്കെല്ലാം ഭയങ്കര പൈസ ഇങ്ങനെ ലേലം കയറ്റി വെക്കുവാണ്. അപ്പം ഒരു വീട് കാണാൻ പോകുന്നതിന് മുമ്പ് ഞാനും മമ്മിയും പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നീ ഇച്ചിരി കൃപാസന മാതാവിൻ്റെ ഉപ്പ് കൊണ്ട് അത് വീടിന് ചുറ്റും ഇട്ടോ, അതിന് മാതാവ് കോട്ട കെട്ടിക്കോളും, ആരും അത് കൊണ്ടുപോവില്ല എന്ന് പറഞ്ഞു. അതും അത്ഭുതം എന്ന് പറയട്ടെ, 2 ദിവസം കഴിഞ്ഞപ്പം അതിൻ്റെ ഓണർ ഡയറക്റ്റ് അവരെ വിളിച്ച് പറഞ്ഞു, അവർ പൈസ ഓക്കെയാണ്, അവർക്കത് ഇത് ചെയ്യാമെന്ന്. 1 മാസം കൊണ്ട് തന്നെ അവർക്ക് ആ വീട് ഇത് ചെയ്തു. ഞാൻ അതെല്ലാം ഓൺലൈനിൽ ഉടമ്പടി വെച്ചിട്ടുള്ള കാര്യമായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്കും അത്ഭുതകരമായിട്ട് പെട്ടെന്ന് തന്നെ ഒരു വീട് മേടിക്കാൻ മാതാവ് അനുഗ്രഹിച്ചു. ഇതെല്ലാം ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുള്ള കാര്യമായിരുന്നു. പിന്നെ എൻ്റെ മക്കൾക്കാണേലും എന്തൊരു അസുഖം വന്നാലും അവരാദ്യം പറയുന്ന, അമ്മേ, കൃപാസന മാതാവിൻ്റെ ഉപ്പോ തൈലോ അത് തേച്ച് കഴിഞ്ഞാൽ അവരുടെ എല്ലാം പോകുമെന്നാണ് അവരുടെ വിശ്വാസം. അതുകൊണ്ട് എന്ത് വന്നു കഴിഞ്ഞാലും അവർ അത് മതി അമ്മേ, ഇത് ചെയ്തോളൂ എന്ന് പറയും. അവർക്കും അതൊരു ഭയങ്കര വിശ്വാസമാണ്. പിന്നെ അതിലുപരി മുടങ്ങാതെ കുടുംബ പ്രാർത്ഥന ചൊല്ലാനുള്ള വലിയൊരു ദൈവാനുഗ്രഹം അതും ഞങ്ങളുടെ കുടുംബത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. ത്രിയേക ദൈവത്തെ മഹത്വപ്പെടുത്തി നമുക്ക് നന്ദി പറയാം. ഇവർ ഇറ്റലിയിൽ നിന്ന് നേരിട്ട് ഫ്ലൈറ്റ് ഇറങ്ങി ഇങ്ങോട്ടാണ് വരണത്. വീട്ടിൽ പോലും എങ്ങും പോയിട്ടില്ല, നേരെ കൃപാസനത്തിലേക്കാണ് വരണത്. കാരണം ഈ സഹോദരിയുടെ കൈയിരിക്കുന്ന കുഞ്ഞിനെ ഡൗൺ സിൻഡ്രോം ആണെന്ന് അവിടെയുള്ള എല്ലാ പ്രശസ്തരായ ഡോക്ടേഴ്സും വിധി എഴുതിയതാണ്. എന്നിട്ട് പറഞ്ഞു, കുഞ്ഞിൻ്റെ ചെവിയുടെ അവിടെ ഒരു സിസ്റ്റ് പോലെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ജന്മം കഴിയാതെ കുഞ്ഞ് പുറത്തു വരാതെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിരുന്ന കേസാണ്. വാപ്പാട്ടിൽ നിന്നാണ് ഈ സഹോദരി മെയ് 6-ാം തീയതിയാണ് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. ഓൺലൈൻ ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു. കൂടെ ഉണ്ടായിരുന്ന ഒരു സഹോദരി ഉടമ്പടിക്ക് ആശീർവവും ഉടമ്പടി തൈലവും കൊടുത്തായിരുന്നു. ഇപ്പോൾ നേർച്ച വസ്തുക്കളും വിശ്വാസത്തോടുകൂടി ഉപയോഗിച്ചു. പറയുന്ന ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെയാണ് ഒരു കുഴപ്പവും ഇല്ലാതെ അമ്മ മാതാവ് കൊടുത്ത് അനുഗ്രഹിച്ചത്.